വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ സാധാരണ സംഭവം. പ്രത്യേകിച്ചും പല വ്യക്തികളും കാണാനായിട്ട് വരും. ആ കാണാൻ വേണ്ടി വന്ന് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും സംഭവം ഇന്നതാണ്. അധികവും യാതൊരു ലജ്ജയില്ലാതെ വർത്തമാനം പറയുന്നത് സ്ത്രീകളായിരിക്കും. പറയുന്നതിന് മുമ്പ് തന്നെ എന്താ പറയാൻ പോണത് എന്ന് മനസ്സിലാകും. ഒരു സംശയം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് എന്തിനാന്നുള്ളത് നമ്മൾ അറിയണ്ടേ? രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആധാരത്തിൽ വായിച്ചോ ഒപ്പിടുമ്പോൾ ആ ആധാരം ഒരു പ്രധാന ഡോക്യുമെന്റ് ആണ് നമ്മൾ അറിയണ്ടേ? ഞാനത് അറിഞ്ഞില്ല, എനിക്ക് അറിയില്ല, അത് ശരിയാവുമോ? ഏതൊരു ചടങ്ങിന്റെ പിന്നിലും എന്തിനാണ് ചെയ്തതെന്ന് അറിയണ്ടേ? അറിയാതെ ചെയ്താലോ? ഇതല്ലേ ഇപ്പൊ സംഭവിക്കുന്നത്. കോടതി ഭാഷ തന്നെ ആചാരപ്രകാരം ചടങ്ങ് നടത്തിയ കല്യാണം എന്ന് പറയും. കല്യാണ ചടങ്ങല്ല, ആചാരപ്രകാരം ചടങ്ങ് നടത്തണം. ആ ചടങ്ങ് നടത്തുമ്പോൾ എന്തിനാന്നുള്ളതിനെ കുറിച്ച് കുറച്ചൊരു വിവരം വേണ്ടേ? വിവാഹ ചടങ്ങ്, ഭാരതീയമായ വിവാഹ ചടങ്ങ് അല്പസ്വല്പം മാറ്റങ്ങൾ എവിടെയൊക്കെ ഉണ്ടാവും. അതിപ്പോ ഏത് കാര്യം പറയുമ്പോഴും അറിയാം. ഞങ്ങൾ ഇന്ന നാട്ടിൽ ഇങ്ങനെയല്ല, അതല്ല, പൊതുവെ ഇതിന്റെ ഒരു ബേസ് ഉണ്ട്. സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ലേ? അല്ല, ഞങ്ങളുടെ അവിടെ സ്കൂളിൽ പഠിക്കുന്നത് ഉച്ചക്കഞ്ഞി കുടിക്കാനാന്ന് പറയാൻ പാടും. പഞ്ചഭൂതങ്ങൾ 5 കാര്യമുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി 5ആണ്. ഇതാദ്യം മുഴുവൻ എന്താണെന്നത് വ്യക്തമാവണം, പഠിക്കണം. അതിന് മിനിമം അറിവ് വേണ്ടേ? ഭാരതത്തിലെ പൗരനാണെന്നുള്ള വിവരം വേണ്ടേ? വോട്ടേഴ്സ് ലിസ്റ്റ് എനിക്ക് ഇന്ന കോഴിക്കോട് മാങ്കാവിലാണെന്നുള്ള ഞാൻ അറിയണ്ടേ? ഈ പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്ത് പഞ്ചകോശങ്ങൾ ഇത് തന്നെയാ വന്നത്. സംഭവം തന്നെ അന്നമയ കോശവും പ്രാണമയ കോശവും ഒക്കെ വന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വാദം, പിത്തം, കഫം, ആയുർവേദം. ഈ 5നെയും ആദരിച്ചുകൊണ്ടായിരിക്കണം ഒരു കാര്യം. 5നെ കുറിച്ച് അറിവ് കിട്ടാനാണ് ഈ ചടങ്ങ്. ഇതറിഞ്ഞാലാണ് ജീവിതത്തിൽ സുഖം കിട്ടുകയുള്ളൂ. മാലയിട്ടു, ഇതാണ് ആകാശതത്വം. ആകാശം എന്ന് പറഞ്ഞാൽ കൈ മാത്രമല്ല, ഇവിടെ മുഴുവൻ ആകാശമാണ്. വയറിന്റെ അകത്തും ശരീരത്തിലും ആകാശം. ആകാശതത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് പുഷ്പമാണ്. അത് മാറ്റമില്ല. ഒരിടത്തുനിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരികയാണ് പുഷ്പം. പൊങ്ങി വന്നതാണ്. ഇതാണ് പൊങ്കാല, ഇതാണ് പ്രപഞ്ചം. ആ ആകാശം മാതിരി അങ്ങോട്ട് തന്നട് പൊന്തി വന്നതാ പുഷ്പം. എവിടെ പുഷ്പം എന്ന് പറഞ്ഞാൽ പൂജാവിധി മുതൽക്കൊക്കെ ചിന്തിക്കണം. മാല, അമ്പലത്തിൽ കൊണ്ടുപോയി പുഷ്പം കൊടുത്തു, മാല കൊടുത്തു. പുഷ്പം പ്രതിദാനം ചെയ്യുന്നത് ആകാശതത്വത്തെ ആണ്. ഇന്നൊരു കാര്യമുണ്ട്, പിന്നീട് ഏത് വ്യാഖ്യാനം വന്നാലും ഇത് മാറ്റാൻ പാടില്ല ഈ പുഷ്പം എന്നുള്ളത്. ആകാശതത്വത്തെ ഞാൻ വരിച്ചു. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു. പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ ആദ്യം മാലയിടല്ല, എങ്ങനെയാണെന്ന് പറയരുത്. യഥാർത്ഥത്തിലുള്ള വിധി ഇതാണ്. രണ്ടാമത് വായുതത്വം, അതാണ് മോതിരം. ആ മോതിരം എന്ന് പറഞ്ഞാൽ അത് ഇടുന്ന വിരലുണ്ട്. ആ വിരലിന് നമ്മുടെ ഹാർട്ടുമായിട്ടാണ് ബന്ധം.
ഇത് നമ്മൾ ശ്രദ്ധിക്കണം. താലി കെട്ടുന്നു. ബ്രെയിനിന്റെ 2 ഭാഗമാണ്, ഇടത് ബ്രെയിൻ, വലത് ബ്രെയിൻ. ഇത് രണ്ടും കൂടി ചേരണം. നമ്മളുടെ യുക്തിചിന്തയും നമ്മളുടെ ലോജിക്കും ശിവശക്തിയും, ശിവന്റെ നൃത്തമാണ് താണ്ഡവം, പാർവതിയുടെ ലാസ്യം. ഈ 2 പേരും കൂടി ഇവിടെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നതിന്റെ അർത്ഥം ശിവനും പാർവതിയും കൂടി ഭാര്യയും ഭർത്താവും കൂടി ഡാൻസ് ചെയ്യാന്നുള്ളതല്ല. എന്റെ ചിന്തകളേക്ക് താങ്ങാൻ വയ്യ ഒരു കാരണവര് പറയാൻ എന്നോട്, മനസ്സ് ഒതുങ്ങുന്നില്ല. തന്നെയാണ് ശിവൻ കിടന്ന് നൃത്തം ചെയ്യുക അവിടെ. അത് കഴിഞ്ഞാൽ അഗ്നിതത്വം. ആകാശത്ത് വായു ഉണ്ടായി, വായുവിന്ന് അഗ്നി ഉണ്ടായി. ആ അഗ്നിതത്വത്തിന് അഗ്നിയെ വലം വെച്ചു. അഗ്നി ഒരിടത്ത് വെച്ചു. അഗ്നിയാകട്ടെ 1 കോടി ജന്മം കഴിഞ്ഞാലും നമുക്ക് വേണ്ടി സാക്ഷി പറയും. അതുകൊണ്ടാണ് അഗ്നിയെ സാക്ഷിയാക്കി ഒന്നും ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറയും. വേറെ ആര് സാക്ഷി പറഞ്ഞാലും അവരും മരിക്കും, പറഞ്ഞവരും മരിക്കും, കോടതിയിലെ ജഡ്ജിയും മരിക്കും. അഗ്നി ശ്രദ്ധിക്കണം. ആകാശതത്വം മാലയിടല്, വായുതത്വം താലി ശ്വാസം എടുക്കുന്ന രീതി. അതുകൊണ്ടാണ് താലിക്ക് വല്ലാതെ വണ്ണം പാടില്ല എന്ന് പറയാൻ കാരണം. താലിക്ക് വണ്ണം കൂടി വന്ന ആളുകൾ പരിഷ്കാരം കാണിക്കുക, വലിയ താലി ഉണ്ടാക്കും. താലി ഇങ്ങനെ ചെറുത്. ശ്വാസം വായുതത്വം. അഗ്നിതത്വം വലം വെച്ചു. ജലതത്വം വളരെ കാരുണ്യമാണ്, ഹൃദയമായിട്ടാണ് ബന്ധം. അതുകൊണ്ട് മോതിരമിടൽ അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരും. ഇനിയോ ഭൂമി, ഭൂമി തത്വം. ഇതാണ് പുടവ കൊടുക്കൽ. ഒടുവിൽ കല്യാണത്തിന് ഒരു പുടവ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ പുടവ പ്രതിദാനം ചെയ്യുന്നത് ഭൂമിയെ ആണ്. അപ്പൊ കുറെ കല്യാണ ചടങ്ങ് നടത്തുമ്പോ അത് കാണുന്നവർക്കും എല്ലാം ഈ പഞ്ചഭൂതങ്ങൾ എന്താണെന്നും അതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതും മനസ്സിലാകും. പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കിയിട്ട് അപ്പൊ ഇങ്ങനൊരു കാര്യം ചെയ്തേ. ആ ചടങ്ങെന്ന് പറഞ്ഞാൽ നിസ്സാരമില്ല. എനിക്കതൊന്നും പ്രശ്നമല്ല. താലി പൊട്ടിച്ചിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, മോതിരം എടുത്ത് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നവർ ഉണ്ട്. അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് പറയരുത്. ഇത് കൃത്യം മാലയിടല് ഇന്നതാണ്. ആ ആകാശതത്വത്തിന്റെ ഗുണമാണ് വിനയം എന്നത്. താലിക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും ദൈവീകമായിട്ടുള്ള കാര്യമാണ് താലി. കേരളത്തിൽ അതിനെ ദൈവീകമായിട്ട് കാണുന്നവരുണ്ട്. ഈ ഒരു ബന്ധത്തെ മരണം വരെയും നിൽക്കേണ്ട ഒരു ബന്ധമാണ് എന്ന് മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ ഇത് ഓർഡറിലാണ് ചെയ്യേണ്ടത്. ഞാൻ പങ്കെടുക്കുന്ന ചടങ്ങിലൊന്നും നമ്മൾ മിണ്ടാറില്ല, ഒരു ഭാഗത്ത് അവിടെ ഇരിക്കും. പ്രാദേശികമായി മാറ്റം ഉണ്ടാവും. പൊതുവെ ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാല, വായു എന്ന് പറഞ്ഞാൽ താലി, അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് വലം വയ്ക്കുക, ജലതത്വം മോതിരം. ആ മോതിരം ഇടുന്ന വിരലിന് വരെ പ്രത്യേകമുണ്ട്. ഭൂമി തത്വം, പൃഥ്വി തത്വം, പുടവ കൊടുക്കൽ.
അങ്ങോട്ടോ ആൾക്കാരൊക്കെ മാറും, ചിലയിടത്തിൽ അങ്ങനെ. അപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയിട്ട് അത് ഇങ്ങനെയാണെന്ന് അവിടെ പറയാനുമില്ല, ഉള്ളവർക്കും അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവിടുത്തെ ഒരു കാരണവരും ഇന്ന പോലെ എന്ന് പറയും, അങ്ങനെ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുന്നത് ഗുണം ചെയ്യില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവരിക്കുന്നു. നമസ്കാരം.